ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് എൻ്റെ നാട്ടിലെ മീൻ വളർത്തൽ കേന്ദ്രവും അവിടുത്തെ മനോഹരമായ കാഴ്ചയും കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ഇതാണ് ഇവിടുത്തെ മീൻ വളർത്തൽ കേന്ദ്രം. ഇത് കണ്ട കേന്ദ്രം പോലെ അല്ലെങ്കിലും കേന്ദ്രമാണ് ഗൈസ്. ഇതിൽ തിളക്കുന്നത് കണ്ടില്ലേ, അതാണ് കുട്ടി ആസാം വാള. അപ്പോൾ അവരുടെ മീൻ കൃഷി എന്ന് പറയുന്നത് ആസാം വാളയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ചെറിയ മീനുകളാണ്. എൻ്റെ ഫോൺ നല്ല അടിപൊളി ഫോണായതുകൊണ്ട് എല്ലാം നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. പൊക്കി പറയില്ല, അത്രയും മനോഹരം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. കണ്ടില്ലേ, ഇതായി തിളക്കുന്നു. എന്തിനു വേണ്ടി തിളക്കുന്നു? സാമ്പാർ. അങ്ങനെയൊന്നും പറയല്ലേ, ഇത് സാമ്പാർ എന്നല്ല. അപ്പോൾ ഇതാ ഈ കാണുന്ന മീനുകൾ ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ ആസാം വാള. അതിൻ്റെ സംഭവങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ആസാം വാള അല്ല കേട്ടോ ഗൈസ്, ഇത് കണ്ണനാണ്, നാടൻ കണ്ണൻ. അത് പാറ്റാനായിട്ടുണ്ട്. അപ്പോൾ അതിനെ അവർ കുത്തി വെച്ചിട്ട് കുട്ടികളൊക്കെ പുറത്തെടുത്തിട്ട് വേറെ സെറ്റാക്കും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആസാം വാളേൻ്റെ കുട്ടികളെ അത് മാറ്റുന്നതൊക്കെ എങ്ങനെയെന്നാണ്. അപ്പോൾ ഇതവർ തന്നെ സെറ്റാക്കിയ ഒരു ടാങ്കാണ്. ടാർപ്പായും ഇരുമ്പ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അവർ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടില്ല, കുട്ടി മീനുകളൊക്കെ അതിലേക്ക് ആക്കും. പിന്നെ ഇതിപ്പോൾ അവർ ഡാമിലേക്ക് വെള്ളം തുറന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീനുകൾ പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ മീൻ അതിൽ വന്നിരിക്കും, പുറത്തേക്ക് പോയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നേരെ ഡാമിലോട്ട് പോകും. അതൊക്കെ ഞാൻ ബാക്കി വഴിയെ പറഞ്ഞു തരാം, ഡാമൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് കൊണ്ട് വെള്ളം വേസ്റ്റായി പോവില്ല കേട്ടോ. വെള്ളം അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണ്, പുറത്തും പോവില്ല, അതിൽ കൂടെ ഡാമിലോട്ട് പോവുകയാണ്. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒരു ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിലിതേ കാണുന്ന കുട്ടിയായിട്ട് കാണില്ലേ, ഇതാ പോകുന്നു. അതാണ് ആസാം വാളക്കുട്ടികൾ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി കാണില്ലെങ്കിലും ഞാനത് വേറെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയുള്ള മീനാണെന്ന്. അപ്പോൾ ഏകദേശം വെള്ളം വറ്റാറായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ കറുപ്പ് കളറായി കാണില്ലേ, അതൊക്കെ മീനാണ് കേട്ടോ, ആസാം വാള. അപ്പോൾ അതിൻ്റെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. വലിയ സെറ്റപ്പാണ് കേട്ടോ ഈ മീൻ വളർത്തൽ കേന്ദ്രം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാതിരിക്കുന്നത് മോശമല്ലേ ഗൈസ്, നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ അത് നമ്മളോട് കാണിച്ചു തരും. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റാറായിട്ടുണ്ട്, കണ്ടില്ലേ പോകുന്നു. വരിയായി ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇതാ പോകുന്നു. അപ്പോൾ ഓക്കെ, അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആൾ ഇറങ്ങാൻ പോവുകയാണേ. ഇതാണ് ആൾ. മീനിൻ്റെ എല്ലാം നോക്കി നടത്തുന്ന നമ്മുടെ സ്വന്തം ആളുകൾ. ഇന്ന് പരിചയപ്പെട്ടതാണ് ഗൈസ്. അപ്പം അതാ വല വീശി പിടിക്കുന്നു, കണ്ടില്ലേ. ഇതാണ് ആസാം വാളക്കുട്ടി ട്ടോ. ഞാൻ പറഞ്ഞു എനിക്കൊരു ചാനലുണ്ട്, വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവരെടുക്കാൻ പറഞ്ഞു. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആസാം വാള. അപ്പോൾ അവർ ആ വലയിലേക്ക് കോരിയെടുത്തു. ഇനി അത് ഈ ബക്കറ്റിലോട്ട് മാറ്റും. എന്നിട്ട് അത് തൂക്കുന്നുണ്ട്, അത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, വാവ് സൂപ്പർ. അതൊന്നും ചാവില്ല കേട്ടോ, അതിനൊക്കെ അപ്പം തന്നെ മാറ്റുന്നുണ്ട്. ഇനി ഈ ടാങ്കിലേക്കാണ് മാറ്റുന്നതൊക്കെ. അതുപോലെ അവരിങ്ങനെ ഈ പണി തുടർന്നുകൊണ്ടിരിക്കും. ഇനി ഇത് വെച്ച് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുട്ടിയാണ്. ഇനി ഇതിനെ വേറെ ഒരു ടാങ്കിൽ ഇട്ടിട്ട് 200 ഗ്രാം ആയാലാണ് അവർ വേറെ ടാങ്കിലോട്ട് മാറ്റും. കൊക്കുകൾ എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വീണ്ടും അവർ അളന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ടാങ്ക് നിറക്കും. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു. അവർ ഈ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പണി നോക്കിയിരുന്ന വീട്ടിലോ പണി ആര് ചെയ്യാനാ. അപ്പം ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് വിട്ടു. ഞാനും എൻ്റെ ഉമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ അവരെ മുഴുവൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എടുക്കുന്നുണ്ട്, അളക്കുന്നുണ്ട്, കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വന്നിട്ട് നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആ മോട്ടർ ഓഫാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. കുട്ടികളൊക്കെ ഇവിടെ തന്നെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. വാവ്, അത്യാവശ്യത്തിൽ അധികം ഉണ്ട് കേട്ടോ മീൻ. അതിനെ എടുക്കുന്നു തന്നെ ഇരുന്നു പനി. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് പിന്നെ പോന്നു. അപ്പോൾ നിങ്ങൾക്ക്
ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് വല്ല പരിചയം ഉണ്ടെങ്കിൽ പറയുക, വല്ല അനുഭവം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇനി ഞാൻ പോകുന്ന ഈ സ്ഥലത്താണ് അവർ ഇപ്പോൾ എടുത്തു വെച്ചില്ല ആ മീൻകുട്ടികളൊക്കെ ഇതിൽ നിറക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി ഇത് വെള്ളം നിറക്കും, വല സെറ്റ് ചെയ്യണം, പിന്നെ ആ കുട്ടി മീനുകൾ ഇതിലാക്കും. എന്നിട്ട് 200 ഗ്രാം ആയതിനു ശേഷം അവരതിനിതാ ഇതിലോട്ടാണ് മാറ്റുന്നത്. ഇതൊരു വലിയ ഡാമാണ് കേട്ടോ, കണ്ടില്ല. അതിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ നമ്മൾ ചതിക്കുന്നത് കൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല 200 ഗ്രാം ആയതിൻ്റെ ശേഷമാണ് ഈ ഡാമിലോട്ട് മാറ്റുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അധികം മീൻ കാണാത്തത്. നല്ല വലുപ്പത്തിൽ തന്നെ മീൻ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ആസാം വാള കൃഷി. എൻ്റെതല്ല കേട്ടോ, വേറെ വല്ലൊരിതാണ്. അപ്പോൾ കണ്ടില്ലേ, മീനാണ് പോകുന്നത്. അപ്പോൾ കുട്ടി മീനിൽ നിന്ന് വലിയ മീനിൽ ആയാൽ ഇങ്ങോട്ട് മാറ്റും. ഇവർക്ക് നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് ഗൈസ്, അത് ഞാൻ പറഞ്ഞു തരാം. അത്യാവശ്യം വലിയ ഡാമാണ് കേട്ടോ ഇത്. പണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വെള്ളം എടുത്തിരുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ മീനുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ വേസ്റ്റ് വേവിച്ച് കൊടുക്കാനുള്ള സംഭവമാണ് ഇത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ആകെ അലങ്കോലമായി എടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവരിത് വേവിച്ച് കൊടുക്കണില്ല തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ മീൻ എടുത്ത് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.